ഒരുപാട് പ്ലാൻ ചെയ്ത് പോകുന്ന യാത്രയേക്കാളും ഒറ്റ മൈൻഡ് ബൈക്ക് എടുത്തിറങ്ങുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. പുലർച്ചെ 4:30 എണീറ്റ് ബാഗും പാക്ക് ചെയ്ത് നേരെ പോയത് നെല്ലിയാമ്പതിക്ക്. കൂട്ടുകാരനെ വിളിച്ച് അടുത്തുള്ള പെട്രോൾ പമ്പ് കയറി പെട്രോൾ അടിച്ച് ഞങ്ങൾ നേരെ വിട്ടു. ഈ ഒരു നെല്ലിയാമ്പതി റൈഡിന് എത്ര ചെലവ് വന്നെന്നുള്ളത് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുതിരാൻ കയറിയപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ച് നേരെ ഞങ്ങൾ നെന്മാറ എത്തി. ഏപ്രിൽ 3 നടക്കുന്ന വേലയ്ക്കുള്ള പരിപാടികൾ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോയാലും സമയത്തിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖമില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ഞങ്ങൾ പോകുത്തുണ്ടി ചെക്ക് പോസ്റ്റിലെത്തി. കാശും എടുത്തു. നമ്മൾ പോകുന്ന വഴി മുഴുവൻ തേയില, കാപ്പി, ഓറഞ്ച് ഒക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പാലക്കാട് നിന്ന് കേൾക്കുമ്പോൾ ചൂട് കൊണ്ട് പുറം പൊളിയുമെന്ന് വിചാരിച്ച് ഞാൻ നേരിയ തണുപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ലതുപോലെ ആസ്വദിച്ചാണ് ഈ റൈഡ് പോയത്. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായ നെല്ലിയാമ്പതി ഈ ലെവലിൽ നിന്ന് 4600 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിചാരിച്ച ചൂടില്ലാത്തത് കൊണ്ട് നല്ല രീതിക്ക് റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റി. പോണ വഴി ദേ ഇരിക്കുന്ന സിംഹവാലം കുരങ്ങിനെ പിന്നെ വേഴാമ്പലിനെയൊക്കെ കാണാൻ പറ്റി. വേഴാമ്പലിന് ഇത്ര ഭംഗിയുണ്ടെന്നും ഇതിന് ഇത്ര വലിപ്പമുണ്ടെന്നും അന്ന് ഞാൻ ആദ്യമായിട്ടാണ് വേഴാമ്പലിനെ കാണുന്നത്. കുരങ്ങന്മാരെ കുറെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഇടങ്ങേറ് പിടിച്ചതിന് ഒന്നിനെ ഞാൻ കണ്ടിട്ടില്ല. ആ കാറിന്റെ കൂടെ അതും കയറി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്റർലോക്ക് ചെയ്ത റോഡ് നേരെ ചെന്നെത്തുന്ന സീതാർകുണ്ട് ചെക്ക് പോസ്റ്റ് പാർക്കിങ്ങിലാണ്. അവിടെ ബൈക്കും പാർക്ക് ചെയ്ത് ഒരു 500 മീറ്റർ നടന്ന് വ്യൂ പോയിന്റ് എത്തി. നെല്ലിയാമ്പതിയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടെത്താൻ. ഇവിടുത്തെ 360 ഡിഗ്രി വ്യൂ എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാം. വനവാസത്തിന്റെ സമയത്ത് സീതാദേവി ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്നൊരു കഥ കൂടെ ഈ ഒരു സ്ഥലത്തിനുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ സ്ഥലത്തിന് ചിലപ്പോൾ സീതാർകുണ്ടെന്ന് പേര് വന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വാൽപ്പാറ വരെ പോകാൻ പിന്നെ ഒറ്റമൈൻഡ് വന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ വണ്ടി തിരിച്ച് വാൽപ്പാറയ്ക്ക്. പോകുന്ന വഴി നേരെ ചെന്ന് വിട്ടത് ആനയുടെ മുന്നിൽ. ബാക്കി അടുത്ത വീഡിയോ പറയാം.